പിന്നെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിയിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഓരോരോ അവസ്ഥ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സോ ഗൈസ്, അങ്ങനെ 2023 കൂടെ കഴിയാൻ വേണ്ടി പോവുകയാണ്. സോ ഈ 2023 നമ്മുടെ ക്രിസ്മസ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 2 ദിവസം കൊണ്ട്, 2 അല്ല, ഇന്നലെയും ഇന്ന് രാവിലെ ഈ 1.5 ദിവസം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ സമയക്കുറവ് കാരണം നമുക്ക് പുൽക്കൂട് വല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ ആ ഒരു 2 ദിവസത്തെ കഷ്ടപ്പാടൊന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് തലേന്ന് ഞങ്ങൾ ലൈറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നാളെ ക്രിസ്മസാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് താമസിച്ചു. പക്ഷേ എങ്കിലും നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ സംഭവിച്ചത്. പുൽക്കൂടൊന്നും കിട്ടുന്നില്ല കേട്ടോ. പുൽക്കൂടില്ലേ പ്രാവശ്യം. പുൽക്കൂട് നമ്മൾ ഒഴിവാക്കി പകരം ഫുള്ള് ലൈറ്റിൻ്റെ സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുഴി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പ് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കുഴി പിടിച്ചിട്ട് കാണാം. നമ്മുടെ കമ്പ് ഇവിടെ കുഴിച്ചിട്ട് പോണേട്ടാ. 2 പിച്ചക്കാരന്മാരിരിക്കുന്നത്. ശ്രീയരി ഇരിക്കുന്നു നോക്കിയേ. വിഷ്ണു, ശ്രീയരി ഇരിക്കുന്നു നോക്കിയത്. ഇല്ല, ഓച്ചറ അമ്പലത്തിൽ ഇല്ല വല്ല ഇരിക്കത്തില്ലയോ? ഇല്ല, സാധനം വെക്കാൻ കുറേ ആൾക്കാർ ഇരിക്കത്തില്ല, അതുപോലെ. പുരോഗമനം കയറുകെട്ടൽ ഫസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏകദേശം പൂർത്തിയായിട്ട് വരുന്നുണ്ട്. കഷ്ടപ്പാട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. അവിടെ വിഷ്ണു കൊണ്ട് അവിടെ കെട്ടുന്നുണ്ട്. അല്ല, കെട്ടുന്നുണ്ട്. ഈ ഒരു കയറ് കെട്ടിയിട്ടാണ് ബാക്കി ലൈറ്റ് ഇടുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എല്ലാം താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ കയറുകെട്ടൽ പരിപാടി ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈറ്റ് മൊത്തം ഇതിനകത്ത് ഇടണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇടണം. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാ നോക്ക്, ബാക്കിലൊക്കെ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ മൊത്തം പണിയായിരുന്നു. അങ്ങനെ ഫുള്ള് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സ്റ്റാർസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയത്. ഈ കൊച്ചു സ്റ്റാർ എല്ലാം തീർന്നു കേട്ടോ. നമ്മൾ ഇന്ന് പോയി വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കിടന്നത് നമ്മുടെ കൈ പഴയ ഇരുന്ന സ്റ്റോക്കും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ മണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റാർ മേടിച്ച് ടോപ്പിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പണിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഹാങ് ചെയ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹേണിയൊന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ടെസ്റ്ററോ കൈസ് അങ്ങനെ. പിന്നെ ഇവിടെ നമ്മുടെ വീണ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താണ്? എന്തോ ഉണ്ട് കേട്ടോ. വീണ എന്തോ സംഭവമൊക്കെ സെറ്റ് ചെയ്യണം അവിടെ. പിന്നെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ തൂക്കണം. അത് നമുക്ക് ക്രിസ്മസിന്റെ ആ ഇത് വെക്കുമ്പോൾ അതിനകത്ത് വെക്കാം അല്ലേ? ഭീഷണിന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാ ഇന്ന് വരുത്തും. ഇത് ഞാൻ കട്ട് ചെയ്യത്തില്ല. നാട്ടുകാരെ നിങ്ങളുടെ കാണും. അടുത്ത പ്രാന്ത്. ഇത് നമുക്കിവിടെ നമ്മുടെ പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ നമ്മുടെ അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെയാണ്. ഇത് കുറച്ച് ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ. കുറേ മാലാകന്മാർ പഴയതായിട്ട് അതൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇതും കൂടെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതെന്തായാലും നമുക്ക് അതിനെ നടുക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് ഈ നമ്മുടെ പരിപാടി. ഇനി നമ്മുടെ ഈ സ്റ്റാർ കത്താനുള്ള കുറച്ച് സംവിധാനങ്ങൾ ചെയ്യണം. ഇന്നലെ നമ്മൾ വയറൊക്കെ അവിടെ പിടിച്ചിട്ട് ഇനി നമ്മൾ സ്റ്റാർ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. നമുക്ക് ആ സ്റ്റാറിൻ്റെതും മറ്റേ സ്പോട്ട് ലൈറ്റും അതുകൊണ്ട് ഒരുമിച്ച് എടുക്കാം. മറ്റേ മത്തങ്ങ ബൾബ് സെപ്പറേറ്റ് കൊടുക്കാം. അത്ര ഉള്ളൂ. ഇനി ഞങ്ങളിത് ബാക്കി ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ പുൽക്കൂട് വെക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുക. ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഈ കൊടിമരത്തിൻ്റെ താഴെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു വേണേ
ഇത് സാധനം ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓള് കൊണ്ട് ഇട്ടിട്ട് പോയി. ഇത് വെക്കും നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ താഴെ ഇട്ടേക്കാം. ഇത് കുറേ വർഷങ്ങളായ സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ണിയേശു റീപെയിൻറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, നമ്മൾ വെക്കാൻ വേണ്ടി പോവുകയാണ്. പുല്ലും പുൽക്കൂടും ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ആയിട്ടിരിക്കട്ടെ. നമ്മുടെ ചെറിയൊരു മിനി പുൽക്കൂട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് കത്രികയോ? പുൽക്കൂട് സെറ്റ് ചെയ്തേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷെ നമ്മുടെ കയ്യിൽ ഈ സാധനം എല്ലാം ഉള്ളപ്പോൾ പിന്നെ നമ്മൾ പുൽക്കൂടൊന്നും കെട്ടാൻ നിന്നില്ല. നമ്മൾ ഇതിന് ചുറ്റും പോച്ചയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച്. അതുകൊണ്ട് ഗൈസ് രാത്രിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പോകുന്നത്. ഇല്ല ഇവിടെ കണ്ട വേന ഞങ്ങളിത് സ്റ്റാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സ്റ്റാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സ്റ്റാർസൊക്കെ ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അതിൻ്റെ ഒരു അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ ഡെക്കറേഷൻ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് രാത്രി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. സോ ഇപ്പം സമയം 3:30. അപ്പോൾ ഇനി പോയി ഫ്രഷൊക്കെ ആയിട്ട് എല്ലാം വരണം, സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളിനി അടിപൊളിയാക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം പിള്ളേരെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വന്നാൽ കളറായിരിക്കും. എന്തായാലും രാത്രി കാണാം. ഇപ്പോൾ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ബാക്കി നിങ്ങളെ അപ്പോൾ കാണിച്ചു തരാം.
നമ്മുടെ ഒരു കൊച്ചു ക്രിസ്മസ് ആഘോഷം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എല്ലാവരും പല വഴിക്കിട്ട് പോയി. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പാട്ടൊക്കെ ഇടാഞ്ഞത് വേറെ ഒന്നുമല്ല, കോപ്പറേറ്റിംഗ് ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അപ്പോൾ സ്റ്റാറൊക്കെ ഇന്ന് രാവിലെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ പാടുപെട്ടത് ഈ ലൈറ്റൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചാലൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. രാത്രിയിലാണ് ഇതിൻ്റെ ഒരു ഭംഗി ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പക്ഷെ കഴിഞ്ഞ വർഷം ഭയങ്കര എന്താ, നമ്മൾ ചെറിയ രീതിയിലായിരുന്നു ഒരുക്കിയത്. നമ്മൾ പുൽക്കൂടൊക്കെ ഇട്ട് നമുക്ക് ഒരുപാട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പുൽക്കൂടൊക്കെ ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ. സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര അറേഞ്ച്മെന്റ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ അറേഞ്ച്മെന്റ്സ് നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ്. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ബൈ, സീ യു.